പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുത്, തൊഴിൽ ദിനങ്ങൾ 200ആയി വർദ്ധിപ്പിക്കുക, പ്രതിദിന കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കുക, തൊഴിൽ സമയം രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണി വരെ ആക്കുക, അപ്രായോഗിക NMMS ജിയോ ടാഗ് എന്നിവ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NREGയുടെ നേതൃത്വത്തിൽ ഇന്ന് ചെറുപുഴയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ചടങ്ങിൽ NREG വർക്കേഴ്സ് യൂണിയൻ ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റി അംഗം KC പ്രസൂൺ സ്വാഗതം പറഞ്ഞു. സിന്ധു ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CITU പെരിങ്ങോം ഏരിയ സെക്രട്ടറി KM ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. RK പത്മനാഭൻ, PR സുലോചന, KP സുനിത, M സുജേഷ്, PK അഗസ്റ്റ്യൻ, KR സുഹാസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സമരം സംഘടിപ്പിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ ഉച്ചവരെ ഈ ധർണാ സമരം ഉണ്ടാവുമെന്നാണ് NREG വർക്കേഴ്സ് യൂണിയൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ സമരത്തിൽ പങ്കെടുക്കുന്ന സഖാക്കൾ ഇങ്ങോട്ട് കടന്നിരിക്കുക എന്ന് 2-3 പ്രാവശ്യമായി തുടർച്ചയായി ഇവിടെ പറയുന്നു. കുറച്ചു സമയം നമ്മൾ ഈ മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സമരം ചെയ്യണം. കേരളത്തിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ഇന്ന് ഇങ്ങനെ ഈ സമര കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും വലിയ തോതിലുള്ള സമരമാണ് നടക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ സമരത്തിന്റെ നില നമ്മൾ പ്രകടനം തുടങ്ങിയതിന് ശേഷം എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി പെരിങ്ങോത്തും കാങ്കോലിലും എരമംകുറ്റൂരും ഒക്കെ വിളിക്കുമ്പോൾ അഭൂതപൂർവമായിട്ടുള്ള തൊഴിലാളികളുടെ മുന്നേറ്റമാണ് ഈ സമരത്തിൽ മുഴുവൻ ദൃശ്യമാകുന്നത്. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുക്കും. ഇങ്ങനെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്ത് ഈ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, കുറേയേറെ ആവശ്യങ്ങൾ ഈ സംഘടന കുറെ കാലമായി മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളാണ്. തൊഴിലാളികളുടെ വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതിന് 200 തൊഴിൽ ദിനം നൽകണം എന്നാവശ്യപ്പെട്ടാൽ അത് ന്യായമായ ഒന്നല്ലേ? അത് നൽകണ്ടേ? തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ആ പദ്ധതിയുടെ നിയമം പറയുന്നത് മിനിമം 100 തൊഴിൽ ദിനമെങ്കിലും ഒരു തൊഴിലാളിക്ക് ഒരു വർഷം ലഭ്യമാക്കണം. 100 തൊഴിൽ ദിനമെങ്കിലും എന്ന് പറയുമ്പോൾ 100ആയിട്ട് എങ്ങനെയാണ് നിജപ്പെടുത്തുന്നത്? 100ന് മേലെ ആവാമല്ലോ. പക്ഷെ 100 തൊഴിൽ ദിനം എടുത്ത ആളുകളോട് ചോദിച്ചാൽ അറിയാം, പിറ്റേ ദിവസം കണ്ട് നമ്മളോട് അവസാനം നമ്മുടെ മുഖ്യമന്ത്രിമാരോടും പ്രതിപക്ഷ നേതാവിനോടും എല്ലാം ചേർത്ത് പിടിച്ച് ഈ കേരളത്തെ സഹായിക്കുമെന്ന് അവസാനം പറഞ്ഞ് അവിടെ അഗതി മന്ദിരത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു മോളുണ്ട്, സൈന മോൾ അല്ലേ? പ്രധാനമന്ത്രിയുടെ താടിക്ക് ഒരച്ച മുത്തം വെക്കുന്ന സൈന മോളെ വാരിപ്പുണർന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ കേരളത്തോട് പണം തരും. ഒരു നയാ പൈസ തന്നോ? ഈ മലയാളിയോട് ഈ ക്രൂരത കാണിക്കാൻ ഈ കേന്ദ്ര ഭരണാധികാരികൾക്ക് ഇത്ര ധിക്കാരമുണ്ടാകുന്ന ഒരു കാലഘട്ടമുണ്ടോ? പാർട്ടിയൊക്കെ ഏതുവാട്ടെ, അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ സന്നദ്ധമാവരുത്. തൊഴിലുറപ്പ് പന്നി വരാൻ ഈ നിയമം ഉണ്ടാക്കിയവരാണ് ഇന്ന് നമ്മളെ വിളിച്ചത് പന്നി വരുന്നതെന്ന് പറയുന്നത്. 976 കേന്ദ്ര നിയമം എന്ന് പറയുന്നത് വന്യജീവി സംരക്ഷണ നിയമം. നമുക്ക് കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റില്ല. ആര് നിയമപരമായിട്ട് കൊല്ലാൻ തീരുമാനിച്ചത് കൊല്ലത്തില്ല. ആളുകൾക്കറിയോ? അറിയില്ല. മാധ്യമങ്ങൾ പഠിപ്പിക്കില്ല. ആരാണ് ഇതിന് ഉടയവൻ? ഗവൺമെന്റുകൾ എന്നാ പറയുക. ഗവൺമെന്റുകൾ എന്ന് പറയുന്നത് എന്താ കഥയുള്ളത്? ഇന്ന ഗവൺമെന്റാണ് നിങ്ങൾ പറയണ്ടേ? പിണറായിയെ കുഴപ്പമെങ്കിൽ പിണറായി എന്ന് പറയണം. അവസരം നൽകാത്തത്
അതിനാവശ്യമായ നിലപാട് സ്വീകരിക്കണ്ടേ? ഈ മേഖല സംരക്ഷിക്കണ്ടേ? ഈ മേഖല സംരക്ഷിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാകണം. ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് മാത്രം ജീവിച്ചാൽ പോരാ, നമുക്കും ജീവിക്കണം. ന്യായമായ ആവശ്യങ്ങൾ നൽകാൻ സന്നദ്ധമാകണം. ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരം ഈ യൂണിയൻ എല്ലാ കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നടക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും സംശയമുണ്ട്. സംശയം ഒരാൾക്കും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെയാണ്. പണ്ട് നമുക്കെല്ലാവരും പഠിക്കണം ഒന്നിച്ചിരുന്ന് സമരം ചെയ്യാൻ പറ്റുമോ? ജാത്യാചാരങ്ങൾ രൂക്ഷമായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് സമരം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓരോ ആളുകൾ മാറി നിൽക്കണം. 22 അടി എന്ന് പറഞ്ഞാൽ മാറി നിൽക്കണം. അങ്ങനെ ഒരു നാടായിരുന്നു ഈ നാട്. പ്രാകൃതമായ ഘട്ടത്തിൽ നിന്ന് ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ്. ആ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിച്ച മനുഷ്യനാണ് ഞങ്ങൾ. ആ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതാരും കൽപ്പിച്ചു നൽകിയതല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയായ വേലിയേറ്റമാണ് ഈ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നാടായിട്ട് ഇന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു. ഇത്തരമൊരു പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കണം. അങ്ങനെ വരുമ്പോൾ പാവപ്പെട്ട എത്രയോ തൊഴിലാളികൾക്ക് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.